ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ വ്യാഴാഴ്ച. നമ്മുടെ ആരാധനാ വത്സരത്തിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന വിശുദ്ധ വാരത്തിൻ്റെ മകുടമായി നിലകൊള്ളുന്ന പെസഹ ത്രിദിനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നാം കടന്നു വരികയാണെന്ന്. നമ്മുടെ ഓരോ ദിവ്യ കുർബാനയുണ്ടല്ലോ, ഒരു വിധത്തിൽ ഈ പെസഹ ത്രിദിനത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ വാരത്തിൻ്റെ പുനരാവിഷ്കാരവും അനുഭവമാണ് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. കത്തുന്ന മെഴുകുതിരി, പ്രഘോഷിക്കപ്പെടുന്ന വചനം, സ്നേഹത്തിൽ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മ, കർമ്മം ചെയ്യുന്ന കാർമ്മികൻ, നമുക്ക് നിത്യജീവനേകുന്ന ജീവൻ്റെ അപ്പം. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് മുന്നേറുന്നത്. ഈ പെസഹ വ്യാഴാഴ്ച കർത്താവ് നമുക്ക് തരുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വിശുദ്ധ പൗരോഹിത്യം. പുതിയ നിയമത്തിലെ പൗരോഹിത്യം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന സുവിശേഷമാണ് ഇന്നത്തെ ക്രിസ്മസിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊണ്ടാടിയത്. പൗരോഹിത്യത്തിൻ്റെ ദിനമാണ് ഈ പെസഹ വ്യാഴാഴ്ച. അത് പ്രത്യേകിച്ച് നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്മസിലാണ്. പെസഹ വ്യാഴാഴ്ച രാവിലെ രൂപത അധ്യക്ഷനോട് ചേർന്ന് രൂപതയിൽ എല്ലാ വൈദികരും ആഘോഷിക്കുന്ന ആ ദിവ്യ കുർബാനയിലാണ് പൗരോഹിത്യ സ്ഥാപനം പ്രത്യേകമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതും അനുഭവിക്കുന്നതും. ഈശോയെ യഥാർത്ഥ പുരോഹിതനായ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള സ്വർഗത്തെ ലോകവുമായി ഒന്നിപ്പിക്കുന്ന ഈശോനാഥൻ, മഹാപുരോഹിതനായ ആ ഈശോയുടെ പൗരോഹിത്യത്തിലുള്ള നമ്മുടെ പങ്കുചേരൽ, അതിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ശുശ്രൂഷാ പൗരോഹിത്യമുണ്ട്, രാജകീയ പൗരോഹിത്യമുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ രാജകീയ പുരോഹിതരായി മാറുക എല്ലാ വിശ്വാസികളും. നല്ല തിരുപ്പറ്റമെന്നുള്ള കൂദാശയിലൂടെ നമ്മൾ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കുക. സഭയിലെ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ മേൽ അധികാരമല്ല, പിന്നെയോ ശുശ്രൂഷിക്കലാണ്. നമ്മുടെ ജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുകുത്തുന്ന ഒരു അനുഭവമാണ്, മുട്ടുകുത്തി അവരുടെ പാദം കഴുകുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്നത്തെ വൈകിട്ടത്തെ ദിവ്യ കുർബാനയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ആ ഒരു അനുഭവം. നമ്മളിത് വെറുതെ ഒരു ഓർമ്മിക്കലല്ല, ഇത് വെറും ഒരു അനുഷ്ഠിക്കലല്ല, ഒരു പുനർ ആവിഷ്കാരമാണ്. അന്ന് അവിടെ അവർക്ക് വേണ്ടി കർത്താവ് ചെയ്തത് ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. അത് കർത്താവായ ഈശോ നമുക്ക് നമ്മുടെ പാദങ്ങൾ കഴുകി പുതിയ ഒരു ജീവിത രീതി വെളിപ്പെടുത്തി. മറ്റുള്ളവരോട് കരുതൽ കാണിക്കാനായിട്ടുള്ള വലിയ ആഹ്വാനമാണ്. കർത്താവ് അവിടെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തോ അതേപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പരസ്പരം ചെയ്യുവിൻ എന്ന് പറയാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഓരോ കുടുംബത്തിലും ഇത് നടക്കേണ്ടതാണ്. ഓരോരുത്തരും വിനീതരാകണം, ശുശ്രൂഷകരാകണം, സ്നേഹത്തിൽ സമർപ്പിക്കുന്നവരായി മാറണം. അങ്ങനെ ആകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ ക്രൈസ്തവർ ആകുന്നത്. അപ്പം ഒരു പുതിയ പൗരോഹിത്യം ഈശോ നമുക്ക് ഇന്ന് തന്നു. അതേപോലെ ഒരു ജീവിത രീതി, പുതിയ ജീവിത രീതി, സേവനത്തിൻ്റെ രീതി പാദം കഴുകിക്കൊണ്ട് നമുക്ക് കാണിച്ചു തന്നു. അതേപോലെ കർത്താവ് ഈ അന്ത്യത്താഴത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ പാദം കഴുകിയ കാര്യമാണ് ഓർക്കുന്നത് എങ്കിൽ, ഇന്നത്തെ 2ാമത്തെ വായനയിൽ ഈശോനാഥൻ കുർബാന സ്ഥാപിച്ചതിനെ ഓർമ്മിപ്പിക്കുകയാണ്. അത് എനിക്ക് നൽകപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്കുള്ള 1ാമത്തെ ലേഖനത്തിൽ ദിവ്യ കുർബാനയെ അവതരിപ്പിക്കുന്നത്. അന്ന് കർത്താവ് അപ്പമെടുത്ത് ആസ്വദിച്ച് മുറിച്ച് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കാസായമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാണ്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി കുടിക്കുവിൻ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. കാൽവരി കുരിശിൽ ഈശോനാഥൻ തൻ്റെ ശരീരം നമുക്ക് മുറിച്ചു തന്ന ഒരു അനുഭവം, അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി രക്തം ചിന്തിയ അനുഭവം ഓരോ കുർബാനയിലും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. ആ അപ്പം ഉയർത്തപ്പെടുമ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നമുക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കണം. ആ വീഞ്ഞ് ഉയർത്തപ്പെടുമ്പോൾ കർത്താവേ, അങ്ങയുടെ തിരുരക്തം എൻ്റെ മേൽ, ഞങ്ങളുടെ മേൽ തളിച്ച് തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, പാപത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, മരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിന് മുമ്പുള്ള ആ ഒരു വാക്യമുണ്ട്. ഇന്ന് നമ്മൾ ഈ മലയാളത്തിൽ പെസഹ വ്യാഴം എന്ന് പറയും, പക്ഷേ ഇംഗ്ലീഷിൽ ഇതിനെ മൗണ്ടി തേഴ്സ്ഡേ എന്നാണ് പറയുക. ഈ മൗണ്ടി എന്നുള്ള പദം വരുന്നത് മന്ദാത്തും എന്നുള്ള ലത്തീൻ പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം കൽപ്പന എന്നാണ്. ഈശോനാഥൻ പുതിയ കൽപ്പന നമുക്ക് തന്നതിൻ്റെ ആഘോഷമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പെസഹ വ്യാഴം, പുതിയ കൽപ്പന. ഈശോ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതേപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പം നമ്മൾ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ, അപ്പം അവിടെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതിനാൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അതേപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എൻ്റെ മാതൃക സ്വീകരിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ചൊരിയുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്ന ഒരു സ്നേഹം, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടത്. ഒരു വിധത്തിൽ ക്രൈസ്തവ നിയമങ്ങളെല്ലാം ആ ഒറ്റ വാക്കിൽ ഒതുങ്ങുമെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. സ്നേഹം എന്നതിൽ എല്ലാ കൽപ്പനയും അടങ്ങുക. ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക, പ്രപഞ്ചത്തെ സ്നേഹിക്കുക. കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവീകരാകാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഈ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈ പെസഹ ആചരണത്തെക്കുറിച്ചാണ്. ഇസ്രായേൽക്കാരെങ്ങനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ മോചിതരായോ, ആ സംഭവത്തെ ഓർക്കാൻ, ആ സംഭവത്തിൽ പങ്കാളികളാകുവാൻ നമ്മൾ ക്ഷണിക്കപ്പെടുകയാണ് പെസഹ ആഘോഷത്തിലൂടെ. പുതിയ നിയമത്തിലെ പെസഹ ആഘോഷം പ്രിയപ്പെട്ടവരെ, ആ അത്താഴ വിരുന്നിൽ ഈശോനാഥൻ എന്താ ചെയ്യുന്നത്? ഈശോ നമ്മളോട് പറയാണ്, നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി, രാഷ്ട്രീയപരമായ ഒരു അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിലെ എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ വിമോചിപ്പിച്ചു. അതാണ് പെസഹ. നമുക്ക് ഓരോ ദിവ്യ കുർബാനയുണ്ടല്ലോ, ഈ പെസഹ അനുഭവമാണ്. പെസഹ അനുഭവമാണ്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, വിരോധങ്ങളിൽ നിന്ന് സ്നേഹത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ നമുക്ക് ദിവ്യ കുർബാന അതാണല്ലോ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രവും മകുടവും അടിസ്ഥാനവും. കുർബാന വെറും അനുഷ്ഠിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ദിവ്യകുർബാന വെറും കാണുകയോ കേൾക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതെല്ലാം വേണം. എന്നാൽ ഏറ്റവും പ്രധാനമായും ദിവ്യ കുർബാന പ്രിയപ്പെട്ടവരെ നമ്മൾ അത് അനുഭവിക്കണം. ദിവ്യ കുർബാന നമ്മളെ പ്രചോദിപ്പിക്കണം. ദിവ്യ കുർബാനയെ നമ്മൾ ജീവിക്കണം. ഈശോ നമ്മിലേക്ക് വന്ന് നിറയുന്ന അനുഭവമാണ് ദിവ്യ കുർബാന. അന്ത്യത്താഴത്തിൽ കുർബാന സ്ഥാപിച്ചവൻ, കാൽവരി കുരിശിൽ തൻ്റെ ജീവൻ അർപ്പിച്ചവൻ, ഉത്ഥാനത്തിലൂടെ നമുക്ക് മരണത്തിൻ്റെ മേൽ പോലും വിജയമേകി നമ്മളെ മഹത്വീകരിക്കുന്നവൻ
പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് വന്ന് നിറയട്ടെ. ഈ പെസഹ വ്യാഴാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. കർത്താവ് നമുക്ക് നൽകിയ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഓർക്കാം. അവിടുന്ന് പൗരോഹിത്യം സ്ഥാപിച്ചു, അവിടുന്ന് ദിവ്യ കുർബാന സ്ഥാപിച്ചു, അവിടുന്ന് നമുക്ക് പുതിയ കൽപ്പന തന്നു, അവിടുന്ന് നമുക്ക് പുതിയ ജീവിത രീതി തന്നു. കർത്താവ് എന്നും നമ്മിൽ വസിക്കട്ടെ, നമ്മിലൂടെ ജീവിക്കട്ടെ, നമ്മിലൂടെ പ്രഘോഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഏവരിലേക്കും സമർത്ഥമായി നിറയട്ടെ. ഈ സുദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.